വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരാൾ കുറേ നേരമായിട്ട് സൈലൻ്റായിട്ട് പുറത്തിരിപ്പുണ്ട്. നമുക്ക് എന്ത് പറ്റിയെന്ന് പോയി നോക്കാം. എന്ത് പറ്റി? എന്ത് ഓണാവണില്ല. പക്ഷെ ഇത് വരുന്നുണ്ട്, കോളൊക്കെ വരുന്നുണ്ട്, റിങ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. ഓണാക്കി നോക്ക്. റീസ്റ്റാർട്ട് ചെയ്യ്. ഇല്ല, ഞാൻ പോസ്റ്റ് റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കി, നടക്കുന്നില്ല. പക്ഷെ സാധനം ഓണാണ്, കോള് വരുന്നുണ്ട്, തറയിൽ വീണിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടിയില്ല. അതൊക്കെ ബോക്സൊക്കെ കണ്ട വാങ്ങിച്ചപ്പോൾ എങ്ങനെ പുതിയതാണെന്ന് അതേപോലെ എടുക്കുന്നു. ഇതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പുതിയ പീസ് തന്നെ. കവർ നോക്ക്, കവർ പോലും ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടാണ് തുടങ്ങാനായിട്ട്. അലാറം അത് കറക്റ്റാണ് കേൾക്കണുണ്ട്. അത് അബദ്ധത്തിന് ഇന്നലെ അലാറം വെച്ച് തന്നതാണ്, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നു. നമുക്ക് വൈബ്രേറ്റും ചെയ്യുന്നുണ്ട്. അതൊക്കെ കോൾ വരുന്നുണ്ട്. എങ്ങനെ വാറണ്ടി നോക്ക്. വാറണ്ടി ഒക്കെ കഴിഞ്ഞാണ്. ബില്ല് എവിടെയാണ്? വാറണ്ടി ഒക്കെ കഴിഞ്ഞാണ്. പിന്നെ എത്ര നാളായി? അതിൻ്റെ ചാർജർ അഡാപ്റ്ററിൻ്റെ അതുവരെ എൻ്റെ കയ്യിലുണ്ട്. ബില്ലെവിടെ? ബില്ല് ഞാൻ എവിടെ വെച്ചാണ്ടോ എനിക്കറിയില്ല. ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്താണ് ബില്ല് വെക്കാറ്, ഇതിൻ്റെ അകത്തില്ല. ഇതിലല്ല, ഇതിൻ്റെ അടിയിലുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ നോക്ക്. ഈ പിന്നൊന്നും ഞാൻ എടുത്തിട്ട് കൂടെ ഇല്ല. ബില്ലിൻ്റെ അകത്തില്ല. ബില്ലവിടെ പോയാണ്. ബില്ലെന്തിനാണ്? ജസ്റ്റ് ആപ്പിളിൻ്റെ ഇതല്ലേ. ഇതിൻ്റെ വാറണ്ടി കാർഡൊന്നും ഇല്ലേ? എല്ലാം ആപ്പിളിൻ്റെ സൈറ്റിലല്ലേ. അങ്ങനെ ബില്ലൊന്നും വേണ്ട, ബില്ലൊന്നും വേണമെന്നില്ല. ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കാം. എന്നാലും ഒരു കുഴപ്പമില്ലാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറ്റിയപ്പോൾ ഒരുമാതിരി. അയ്യോ, എൻ്റെ 80,000 പോയേ. ഈ ഷോപ്പിൽ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്, ആപ്പിൾ കെയറിൽ. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണെങ്കിൽ 30,000 ആണ്. അങ്ങനെ ചെയ്യേണ്ട വിഷമം കേട്ടോണ്ടിരുന്നപ്പോഴാണ് വീടിൻ്റെ പുറത്ത് കുറേ തത്ത വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നിന്ന്. ഇന്ന് വർക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, നേരെ ആപ്പിളോട്സിലോട്ട് പോയി. കഴക്കൂട്ടത്താണ് ആപ്പിളോട്സ്. അവിടെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഡിസ്പ്ലേ പോയിട്ടുണ്ടാവുന്നതാണ്. ബട്ട് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഓട്ടോ അപ്ഡേറ്റ് ആയതാവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേ കംപ്ലീറ്റ് മാറ്റേണ്ടി വരും. ഞങ്ങളുടെ ഫോണിൻ്റെ വാറണ്ടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ഇതൊരു കോമൺ ഇഷ്യൂ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വാറണ്ടി ബേസിൽ ഇത് ഓക്കെ ആക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ആപ്പിൾ സ്റ്റോറിലൊന്ന് ചെക്ക് ചെയ്യാൻ അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ MOTയിൽ ആപ്പിൾ സ്റ്റോറിലോട്ട് പോയി. ഇവിടെ കാണിച്ചപ്പോൾ അവരും ഡിസ്പ്ലേ മാറ്റണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ 30,000 ആവും. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചിട്ട് ശരിയാക്കാമെന്ന തീരുമാനത്തിലെത്തി. ഇന്ന് തന്നെ ശരിയാവുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. ബട്ട് അത് നടക്കാത്തതുകൊണ്ട് ഞാൻ ചേട്ടനെ വിളിച്ച് മെക്ഡോണൾഡ്സിൽ പോയി ഫ്രൈഡ് ചിക്കൻ കഴിച്ചു ഗൈസ്. അപ്പോഴേക്കും എൻ്റെ വിഷമമൊക്കെ മാറി. ബട്ട് ചേട്ടൻ ഇപ്പോഴും വിഷമത്തിലാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് ബാക്കി വിഷമമൊക്കെ വീട്ടിൽ പോയി തീർക്കാമെന്ന് പറഞ്ഞാൽ നേരെ വീട്ടിൽ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.